കെ.സി. വേണുഗോപാൽ ആഗ്രഹിച്ചതും കേരള മുഖ്യമന്ത്രി പദം ഹൈക്കമാൻഡ് ഒരു പണിഷ്മെൻ്റായി വിധിച്ച ചികിത്സയും ഒരുപക്ഷെ കേരളത്തിലേക്ക് പോകൂ, ഇവിടെ നിന്ന് മാറി നിൽക്കൂ എന്നാണ്. കേരളത്തിലെ വിജയത്തിന് കെ.സിക്ക് മാത്രം മറിച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന് കൂടുതലും പരാജയങ്ങളായിരുന്നു. ഹിന്ദി മേഖലയിൽ നിന്നുള്ള ഒരു നേതാവ് സംഘടനാ ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഓഫ് ഓർഗനൈസേഷൻ, സംഘടനാ കാര്യങ്ങൾ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിതൻ ആവണം എന്നാഗ്രഹമുണ്ടാവും. കെ.സിയാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ തൽക്കാലത്തെ പൊട്ടിത്തെറിക്ക് ശേഷം, തൽക്കാലത്തെ ഒരു വലിയ സുനാമിക്ക് ശേഷം അത് തിരയിളക്കമായി മാറുകയും പിന്നീട് ചെറിയ ഓളങ്ങളായി മാറുകയും പിന്നീട് അത് ഡൈ ഡൗൺ ചെയ്യുക എന്നതാണ് സാധ്യതാപരമായി ഞാൻ മുന്നിൽ കാണുന്നത്. ഒരു ക്രൈസിസ് സിറ്റുവേഷൻ മാനേജ് ചെയ്യാനുള്ള കെ.സിയുടെ വാല്യൂ അഖിലേന്ത്യാ തലത്തിൽ ആവോളം നമ്മൾ കണ്ടതാണ് പലയിടത്തും. ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആർക്കായിരിക്കും കൂടുതൽ സാധ്യത, ആരാണ് മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് വരാൻ പോകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് കെ.സിയെ AICCയിൽ നിന്ന് മാറ്റി പുതിയൊരാളെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നല്ലൊരു പോസ്റ്റ് കൊടുത്തുകൊണ്ട് കെ.സിയെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. ശരിക്കും കെ.സി മുഖ്യമന്ത്രിയായി വരികയാണ് എങ്കിൽ കെ.സിക്ക് ഇതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫറായി വിലയിരുത്തുന്നു? നല്ലൊരു പ്രയോഗമാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ. ഈ പണ്ടൊരു മലയാള സെയിങ് ഉണ്ട്, വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞാൽ കെ.സി. വേണുഗോപാൽ ആഗ്രഹിച്ചതും കേരള മുഖ്യമന്ത്രി പദം ഹൈക്കമാൻഡ് ഒരു പണിഷ്മെൻ്റായി വിധിച്ച ചികിത്സയും ഒരുപക്ഷെ കേരളത്തിലേക്ക് പോകൂ, ഇവിടെ നിന്ന് മാറി നിൽക്കൂ എന്നാണ്. നമുക്കത് കുറച്ചുകൂടി ആഴത്തിൽ ഒരു 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 പ്രത്യേക രീതിയിൽ അത് പരിഗണിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. ഇപ്പം കെ.സി ഇങ്ങനെ ഒരു മഹാമേരു പോലെ ഹൈക്കമാൻഡിൻ്റെ മേലെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് ചുറ്റും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ സമന്മാരായ മറ്റ് നേതാക്കൾക്ക് ഹൈക്കമാൻഡിൽ കാര്യമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. കെ.സിയുടെ അതേ പ്രായമുള്ള, അതേക്കാൾ സീനിയറായ, അദ്ദേഹത്തെക്കാൾ സീനിയോറിറ്റിയുള്ള പല നേതാക്കളും രഹസ്യമായെങ്കിലും അതൃപ്തിയിലാണ്. ആവണം. കാരണം എത്ര കാലമായി കെ.സി സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ചിലയിടത്തൊക്കെ സംഘടനയെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. തെലങ്കാനയിലും കേരളത്തിലും ഒക്കെ ജയിപ്പിച്ചെടുക്കാൻ, കർണാടകത്തിലും ഒക്കെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നു. അത് അദ്ദേഹത്തിന് മാത്രം മെറിറ്റല്ലല്ലോ. കേരളത്തിലെ വിജയത്തിന് കെ.സിക്ക് മാത്രം മറിച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന് കൂടുതലും പരാജയങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഹൈക്കമാൻഡിൻ്റെ പരിഗണനയിലുണ്ട്. പക്ഷേ കെ.സി അങ്ങനെ പറിച്ചു മാറ്റാനാവില്ല. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഗ്രസ്സിന് ഫണ്ടുകൾ ഇല്ലാതിരുന്നൊരു കാലത്ത്, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പോലുമുള്ള ഫണ്ട് ഇല്ലാതിരുന്ന കാലത്ത് ഫണ്ടുകൾ എത്തിച്ചത് റൂട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന കോൺട്രിബ്യൂഷൻസ് അല്ലേ പറ്റൂ. അല്ലെങ്കിൽ കോൺഗ്രസ് വിജയിച്ചു വരണമെന്ന് ദേശീയ തലത്തിൽ വ്യവസായികളൊക്കെ ചിന്തിക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമല്ലല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി അങ്ങ് ഭരിക്കുമെന്ന് ഉടനൊന്നും ആരും ചിന്തിക്കില്ലല്ലോ. അതുമാത്രമല്ല, ദേശീയ തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് 3 വർഷം അകലെയാണ്. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പണം ലഭിക്കണമെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്, കേവലം 3 സംസ്ഥാനങ്ങൾ, അവിടുന്ന് കൃത്യമായി റൂട്ട് ചെയ്ത് ഡൽഹിയിലെത്തുകയും AICCയുടെ തീരുമാനപ്രകാരം അത് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി കേരളത്തിൽ ഉൾപ്പെടെ എത്തിച്ചു നൽകുകയും ചെയ്യുക എന്ന കൃത്യമായ ഒരു റോൾ അത് ഗംഭീരമായി കെ.സി നിറവേറ്റി എന്നാണ് എല്ലാ MLA-മാരും, ജയിച്ചു വരുന്ന 63 MLA-മാർക്കും സാക്ഷ്യപ്പെടുത്താനുള്ള കോമൺ ഫാക്ടർ അത് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാളോട് നോന്ന് പറയാൻ ഇവർക്ക് പറ്റില്ലല്ലോ, കേരള MLA-മാർക്ക്. പക്ഷേ അങ്ങനെ ഒരാളെ ഈ MLA-മാർ സ്വീകരിക്കുന്നു എന്ന് മാഡം സോണിയയോടും രാഹുലിനോടും പ്രിയങ്കയോടും പറഞ്ഞുകൊണ്ട്, എന്നാൽ പിന്നെ കെ.സിയെ നമുക്ക് റിലീവ് ചെയ്യാം, കേരളത്തിലേക്ക് വിട്ടുകൊടുക്കാം, ഞങ്ങളിൽ ആരെങ്കിലും കെ.സി ഇരുന്ന സംഘടനാ സെക്രട്ടറി സ്ഥാനം ഇരിക്കാം. അതുമാത്രമല്ല, കെ.സി വേണുഗോപാലിനേക്കാൾ കൂടുതൽ ഹിന്ദി വഴങ്ങുന്ന ആരെങ്കിലും വേണമല്ലോ. ഉത്തർപ്രദേശ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ, രാജസ്ഥാൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഹിന്ദി മേഖലയിൽ നിന്നുള്ള ഒരു നേതാവ് സംഘടനാ ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഓഫ് ഓർഗനൈസേഷൻ, സംഘടനാ കാര്യങ്ങൾ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിതൻ ആവണം എന്നാഗ്രഹമുണ്ടാവും. അതൊരു പക്ഷേ ഹൈക്കമാൻഡിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കെ.സി, രാഹുൽ ഗാന്ധി എപ്പോഴും കെ.സി വേണുഗോപാലിനോടൊപ്പമാണ് കാണപ്പെടുന്നത്. എപ്പോഴും ഈ വേണു എന്ന് വിളിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സംസാരം. എന്തിനും ഏതിനും വേണുഗോപാലിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി കെ.സി വേണുഗോപാലിൻ്റെ സേവനങ്ങൾ വിട്ടുകൊടുക്കാൻ താല്പര്യമുണ്ടാവില്ല. പക്ഷേ ആ കോട്ടറയിൽ നിന്നും വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയച്ചാൽ തങ്ങളുടെ സ്ഥിതി ഭദ്രമെന്ന് ചിന്തിക്കുന്ന കുറേ പേരെങ്കിലും ഹൈക്കമാൻഡിന് ചുറ്റും കറങ്ങുന്നുണ്ടാവണം. അവരുടെ കൂടെ തീരുമാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കെ.സിയുടെ ആഗ്രഹം
പോലെ നടക്കാൻ ഹൈക്കമാൻഡിൻ്റെ മേൽ ഡൽഹിയിൽ നിന്നും ചില സമ്മർദ്ദങ്ങൾ, സ്വാധീനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരുപക്ഷേ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ കേരളത്തിലെ ഇപ്പോഴുള്ള പ്രതിഷേധങ്ങൾ ആഴ്ചകൾ കൊണ്ട് തണുപ്പിക്കാൻ KCക്ക് കഴിയില്ലേ? പലരും പറയുന്നത് കേന്ദ്രത്തിൽ ഭരണമില്ലെങ്കിലും KCയുടെ ഡൽഹി കണക്ഷൻ, ഹൈക്കമാൻഡിലെ പിടിപാട് ഇതെല്ലാം കേരളത്തിന് ഗുണം ചെയ്യുമെന്നാണ്. അങ്ങനെ കരുതാനാകുമോ? ആ രീതിയിൽ KCയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? KC ഒരു ഡോമിനൻ്റ് ഫാക്ടറാണ്. പലരും ഈ ഔചിത്യബോധം എന്നതാണ് പറയുന്നത്. കാരണം VD നയിച്ചു, KC മുഖ്യമന്ത്രി. ഈ ഫോർമുലയെ പലരും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, KC മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ ഹൈക്കമാൻഡ് എന്നത് ഒരു 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 വ്യക്തികളാണെങ്കിൽ പോലും ഒരു ദർശനമുണ്ടോ എന്നതാണ് വിഷയം. ഇപ്പം നമുക്ക് ഈ 3 പേരും മോശക്കാരല്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ KC വേണുഗോപാലിനെ കേരളത്തിൽ നിയമിച്ചാൽ വലിയ പ്രതിഷേധമുണ്ടാവും, പൊട്ടിത്തെറി ഉണ്ടാവും, വലിയ വലിയ പടലപിണക്കങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങും. അസംതൃപ്തരായ ആളുകളെല്ലാം കൂടി ഒരുപക്ഷെ ഒരു വിമത ഗ്രൂപ്പ് പോലെ ആവും. പക്ഷേ ഭരണം കയ്യിൽ ഉണ്ടെങ്കിൽ ഭരണത്തോടൊപ്പം നിൽക്കുന്ന ഗ്രൂപ്പിനെ കേരളത്തിൽ വാഴ്ചയുണ്ടാവൂ. അതുകൊണ്ട് KC ആണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ തൽക്കാലത്തെ പൊട്ടിത്തെറിക്ക് ശേഷം, തൽക്കാലത്തെ ഒരു വലിയ സുനാമിക്ക് ശേഷം അത് തിരയിളക്കമായി മാറുകയും പിന്നീട് ചെറിയ ഓളങ്ങളായി മാറുകയും പിന്നീട് അത് ഡൈ ഡൗൺ ചെയ്യുക എന്നതാണ് സാധ്യതാപരമായി ഞാൻ മുന്നിൽ കാണുന്നത്. ലാൻഡിങ് ഡിഫിക്കൽറ്റി വിൽ ബി ദെയർ ഇഫ് എന്ന് എനിക്ക് പറയാനാവൂ. ഇഫ് KC വേണുഗോപാൽ lands in Kerala amidst all these confusion, the landing will be very difficult. അദ്ദേഹം വെൽ റിസീവ്ഡ് ആവില്ല. MLA-മാരുടെ ഇടയിൽ വെൽ റിസീവ്ഡ് ആവും. പാർട്ടിയുടെ മീഡിയം റേഞ്ച്, ടോപ്പ് റേഞ്ച് ലീഡേഴ്സിനിടയിൽ വെൽ അക്സെപ്റ്റഡ് ആവും. താഴെ തട്ടിൽ അമർഷമുണ്ടാവും. അത് ഉപതെരഞ്ഞെടുപ്പ് വരെ നീളുമോ എന്ന ചോദ്യമാണല്ലോ എന്നോട് ചോദിക്കുന്നത്. അത് ഉപതെരഞ്ഞെടുപ്പ് വരേണ്ടത് 6 മാസത്തിന് ശേഷമാണ്. അനിതര സാധാരണമായ രാഷ്ട്രീയ മെയ്വഴക്കം കാട്ടുന്ന നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. അതുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിലെ പിടിച്ചു നിർത്തിയതും കഴിഞ്ഞ ദേശീയ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് ലഭിച്ചു. KCയുടെ മാത്രം എടുക്കുന്നുമല്ലത്. അതൊരു റിവൈവലിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന അതികഠിന അധ്വാനിയായ ഒരാളാണ് KC വേണുഗോപാൽ. ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് അർഹത കുറവാണ് എന്ന് പൊതുവിശ്വാസത്തോടൊപ്പം നിൽക്കുന്ന ആളാണ് ഞാനും. പക്ഷേ KCയുടെ വാല്യൂ, ഒരു ക്രൈസിസ് സിറ്റുവേഷൻ മാനേജ് ചെയ്യാനുള്ള KCയുടെ വാല്യൂ അഖിലേന്ത്യാ തലത്തിൽ ആവോളം നമ്മൾ കണ്ടതാണ് പലയിടത്തും. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴേ മുഴുവൻ ചെതറി പോയേനെ. ഇപ്പം നമ്മൾ ഹൈക്കമാൻഡിനെ എത്ര കുറ്റം പറയുമ്പോഴും KC വേണുഗോപാലിനെതിരെ സംസാരിക്കുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സിസ്റ്റത്തെ പിടിച്ച് നിർത്തിയത് ഒരാൾ KC ആണ്. ഹൈക്കമാൻഡിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഹൈക്കമാൻഡ് കൾച്ചറൊക്കെ മാറുന്നു എന്ന് കൂട്ടുക. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു ഹൈലി വികേന്ദ്രീകൃതമായ, എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് കോൺഫെഡറൽ സ്ട്രക്ചറായി മാറും. ഓരോ റീജിയണൽ സത്രപ്സ് വേറെ മാറിപ്പോകും. ഓരോ റീജിയണൽ പാർട്ടിയായിട്ടൊക്കെ പോകും. മമതയൊക്കെ പോയില്ലേ പണ്ട്, പിന്നെ ശരത് പവാർ പോയില്ലേ, അതുപോലെ ജഗൻമോഹൻ റെഡ്ഡി പോയില്ലേ, ഒരുപാട് പേര് പോയില്ലേ, കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള മുൻ നേതാക്കൾ പോയതുപോലെ അതത് പ്രദേശത്ത് പ്രഭാവമുള്ളവർ. ഹൈക്കമാൻഡ് വേണ്ട, പക്ഷേ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയായി ഗാന്ധി നെഹ്റു ഫാമിലി നിൽക്കുക എന്നത് മറ്റു പാർട്ടികൾക്കത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് സിസ്റ്റത്തിന് പുറത്തു നിന്നുകൊണ്ട് മനസ്സിലാവില്ല. പക്ഷേ കോൺഗ്രസ്സിന് അവശേഷിക്കുന്ന ഏക സംവിധാനം, ദർ ഷുഡ് ബി എ സിസ്റ്റം ഇൻ പ്ലേസ്. അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ആ സിസ്റ്റം അങ്ങനെയാണ്. ഹൈക്കമാൻഡ് കൾച്ചർ. പലപ്പോഴും നീതിയുക്തമായ തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുക്കുന്നില്ല എന്ന വിമർശനം എനിക്കുമുണ്ട്, പ്രേക്ഷകർക്കും ഉണ്ടാവും. കോൺഗ്രസിനെ നോക്കിക്കാണുന്ന ഒരു രീതിയാണത്. അല്ലാതെ കോൺഗ്രസ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ ഇത് വി ഹാവ് ഗിവൺ എ മാൻഡേറ്റ്, അല്ലേ? നിങ്ങളും ഞാനും അടങ്ങുന്ന കേരള സമൂഹം ഒരു മാൻഡേറ്റ് കൊടുത്തു. ആ മാൻഡേറ്റ് UDF അനുകൂലമായൊരു മാൻഡേറ്റാണ് ലഭിച്ചത്. ഇടത് പക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരുണ്ടാകാം, BJPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ ഈ മാൻഡേറ്റ് KC അനുകൂല മാൻഡേറ്റ് അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ KC എന്ന വ്യക്തിയെ ആണ് ആത്യന്തികമായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇവിടെ 6 മാസം കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ കോൺഗ്രസ് അണികളെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ സുഗമമായി ഉപതെരഞ്ഞെടുപ്പ് നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാതെ KCക്കെതിരെ നിന്ന ചില ശക്തികളെ
ചില പ്രവർത്തകരെ അവരോട് വാശിപൂർവ്വം പെരുമാറുകയും വി.ഡി. സതീശനെ രമേശ് ചെന്നിത്തലയും വിതിൻ കോട്സ് ഒതുക്കുന്ന ഒരു നിലപാടെടുക്കുകയും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കെ.സി. വളരെ തന്ത്രശാലിയായ ഒരു നേതാവാണ്. എപ്പോഴും ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തനിക്ക് മുഖ്യമന്ത്രി പദം ലഭിച്ചു കഴിഞ്ഞാൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ചെന്നിത്തലയുടെയും സതീശൻ്റെയും താല്പര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മുഖ്യമന്ത്രി പദത്തിൽ ഒഴികെയുള്ള എന്ത് കാര്യങ്ങളും അവർക്ക് ചോദിക്കുന്നത് നൽകാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു സമവായം മാത്രമേ കെ.സിയിൽ നിന്ന് ഇപ്പോൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഹൈക്കമാൻഡ് തീരുമാനം അതാണ് എങ്കിൽ. ഇനി കെ.സി അല്ല മുഖ്യമന്ത്രി എങ്കിൽ ഈ പറഞ്ഞതെല്ലാം പിൻവലിച്ചിരിക്കുന്നു എന്ന് മുൻകൂട്ടി തന്നെ പറയുകയും ചെയ്യാം. നമുക്കറിയില്ലല്ലോ ആരാണ് മുഖ്യമന്ത്രി എന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ഹൈക്കമാൻഡിൻ്റെ ചിന്ത ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു കെ.സി വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഇനിഷ്യലി, മേ ബി ഫോർ 1 or 2 months. പക്ഷേ 3-4 മാസം കഴിഞ്ഞ് 5-ാം മാസത്തിലേക്ക് അല്ലെങ്കിൽ 6-ാം മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കെ.സി വിൽ ബി ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് വിത്തിൻ കോൺഗ്രസ് ആൻഡ് UDF. ഘടകകക്ഷികളുടെ പരിഭവമെല്ലാം മന്ത്രിസ്ഥാനം കൊടുത്തുകൊണ്ടും കോർപ്പറേഷൻ മറ്റ് വകുപ്പുകൾ കൊടുത്തുകൊണ്ടും പരിഹരിച്ച് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് കേവലം പ്രതീക്ഷകൾ മാത്രമാണ്. പക്ഷേ എല്ലാം തിയററ്റിക്കലി അങ്ങനെയൊക്കെ ഹൈക്കമാൻഡ് വിചാരിച്ചാലും ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലൊക്കെ നടക്കണമെന്നില്ലല്ലോ. അപ്പം ഞാനൊരു അത്ര ഓപ്റ്റിമിസ്റ്റിക് ഒന്നുമല്ല. പക്ഷേ ഐ എം ന്യൂട്രൽ ഓൺ ദാറ്റ് കൗണ്ട്.